Hello everyone, welcome to Nursing Acharya. It's me Athira Raj, Academic Head of Nursing Acharya. So basic physiological need of the individual ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്താണ്? ഒന്ന് ഭക്ഷണം അല്ലേ, രണ്ട് വെള്ളം. അതിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി എന്താണ്? വെള്ളമാണ്. സോ നമ്മൾ എത്ര വെള്ളം കുടിക്കണം ഒരു ദിവസം? ജനറലി നമ്മൾ പറയുന്ന കാര്യമാണ് എന്ത്? 2 to 3 liters ഓഫ് വാട്ടർ അല്ലെ, അതും അല്ലെങ്കിൽ 6 to 8 glasses ഓഫ് വാട്ടർ. ഇതെല്ലാവർക്കും ഒരേപോലെ ഇതേ രീതിയിൽ തന്നെയാണോ എടുക്കേണ്ടത്? അല്ല. ഓക്കെ, സോ നമ്മൾ പറയുന്ന കാര്യം 2 to 3 liters അല്ലെങ്കിൽ 6 to 8 glasses ഓഫ് വാട്ടർ എന്നാണ്. അപ്പൊ ഞാനിപ്പോ പറയുന്നു എല്ലാവരും ഇതേപോലെ അല്ല എടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം നമ്മൾ ഓരോ ഇൻഡിവിജ്വലും യൂണിക് ആണ് അല്ലെ. സോ എന്റെ വെയിറ്റ് ആയിരിക്കില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വെയിറ്റ്. ഓക്കെ, സോ എന്റെ വെയിറ്റ് ചിലപ്പോൾ 55 ആയിരിക്കും അല്ലെങ്കിൽ 60 ആയിരിക്കും. നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 40 അല്ലെങ്കിൽ 45 ഒക്കെ ആയിരിക്കും അല്ലെ. സോ ഓരോരുത്തരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് അവരുടെ ഫ്ലൂയിഡ് റിക്വയർമെന്റും എന്തുണ്ടാവും? ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, സോ ടുഡേസ് ക്ലാസ് ഇസ് റിഗാർഡിംഗ് വാട്ട്? ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ്. സോ ലെറ്റ്സ് സ്റ്റഡി. സോ 1 to 10 കിലോ വരെ വെയിറ്റ് ഉള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഫോർ 1 to 10 kg ഓഫ് വെയിറ്റ് 100 ml per kg. അതായത് 1 കിലോയ്ക്ക് 100 ml. ഓക്കെ, അതായത് 1 kgക്ക് 100 ml ആണ് എന്ത്? ഫ്ലൂയിഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 kg ഓഫ് വെയിറ്റിനോ 2 കിലോയ്ക്ക് അപ്പൊ എത്ര ആയിരിക്കും ഉണ്ടായിരിക്കുക? 2 into 100 അല്ലെ, അതായത് 200 ml ആണ് എന്ത്? ഫ്ലൂയിഡ് റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 5 kgക്ക് എത്രയായിരിക്കും വരിക? 5 kg ഓഫ് വെയിറ്റിന് ഇറ്റ് ഈസ് 500 ml അല്ലെ? യെസ്. ദെൻ വാട്ട് ഫോർ 10 kg ഓഫ് വെയിറ്റ്? 10 കിലോ വെയിറ്റിന് അപ്പൊ എത്രയായിരിക്കും? 10 into 100 അല്ലെ, എത്രയാണ്? ഇറ്റ് ഈസ് 1000 ml. ഓക്കെ, സോ 1 to 10 kg ഓഫ് വെയിറ്റിന് ഫ്ലൂയിഡ് റിക്വയർഡ് ആയിട്ടുള്ളതിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? 100 ml per kg. അതായത് 1 കിലോ വെയിറ്റിന് 100 ml. അങ്ങനെയാണെങ്കിൽ 10 കിലോ വെയിറ്റിന് എത്രയാണ് വരിക? ഇറ്റ് ഈസ് 1000 ml. ഓക്കെ, നെക്സ്റ്റ്. ഇനി 10 കഴിഞ്ഞ് 11 കിലോ തൊട്ട് 11 to 20 kg ഓഫ് വെയിറ്റ് 11 to 20 kg ഓഫ് വെയിറ്റ് ആണെങ്കിൽ, സോ നമുക്കറിയാം 10 കിലോ വെയിറ്റിന് 1000 ml ആണ് ഫ്ലൂയിഡ് റിക്വയർഡ് ആയിട്ടുള്ളത് അല്ലെ. സോ 10 കിലോ വരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1000നെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് ആദ്യം തന്നെ എഴുതാം. ഓക്കെ, 1000 ml പ്ലസ് 10 കിലോ വരെ ഉള്ളതിന്റെ ഫ്ലൂയിഡ് റിക്വയർമെന്റ് ആണ് എന്ത്? 1000 ml എന്ന് പറയുന്നത്. സോ അത് നമുക്ക് എന്താക്കി വെക്കാം? കോൺസ്റ്റന്റ് ആക്കി വെക്കാം. ഓക്കെ, ബാക്കി 1000 ml പ്ലസ് 50 ml per each additional kg. ഓക്കെ, സോ ഇതിന്റെ അർത്ഥം എന്താണ്? 10 കിലോ വരെ 1000 ml ആണ് അല്ലെ. സോ 10 കിലോ കഴിഞ്ഞ് ഓരോ കിലോ കൂടുന്നതിനനുസരിച്ചിട്ടും നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 50 ml വെച്ചിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 11 kg ബോഡി വെയിറ്റ് ഉള്ള ഒരു കുട്ടിയാണെന്ന് കരുതുക. ഓക്കെ, സോ 10 kg വരെ നമുക്ക് എന്തറിയാം? ഇറ്റ് ഇസ് 1000 ml അല്ലെ. സോ 10 kg കഴിഞ്ഞ് അഡീഷണലി എത്ര കിലോ ഉണ്ട്? 11 kg വെയിറ്റ് ഉള്ള കുട്ടിക്ക് 1 kg ആണ് അഡീഷണലി ഉള്ളത് അല്ലെ. സോ പെർ kg നമ്മൾ എത്രയാണ് ആഡ് ചെയ്യേണ്ടിയിരുന്നത്? 50 ml ആണ് ഇവിടെ ഫോർമാറ്റ് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അല്ലെ. സോ 1000 ml പ്ലസ് 50 ml എത്രയാണ് വരിക? 1050 ml. ഓക്കെ, സോ 11 kg ഓഫ് ബോഡി വെയിറ്റ് അപ് ടു 10 kg 1000 ml ആണ് നമുക്കറിയാം. അത് നമ്മൾ അതേപോലെ എഴുതി. പ്ലസ് 10 കിലോ കഴിഞ്ഞ് അഡീഷണലി ഇവിടെ എത്ര കിലോ ആണുള്ളത്? 11 kgക്ക് 1 കിലോ ആണുള്ളത്. സോ 1 കിലോക്ക് നമ്മൾ എത്ര ആഡ് ചെയ്യണം? 50 ml ആഡ് ചെയ്യണം. ഓക്കെ, സോ ഫ്ലൂയിഡ് റിക്വയർ ആയിട്ടുള്ളത് എത്രയാണ്? 1000 ml പ്ലസ് 50 ml. ഇറ്റ് ഈസ് 1050 ml. ഓക്കെ, സിമിലർലി ഒരു 20 കിലോ വെയിറ്റ് ഉള്ള കുട്ടിക്കാണെങ്കിലോ 20 kg ഓഫ് ബോഡി വെയിറ്റ് 20 കിലോ ആണെങ്കിൽ ഇതും അപ് ടു 10 kg നമുക്കറിയാം എത്രയാണ്? 1000 ml. അത് നമ്മൾ അതേപോലെ എഴുതി. ഓക്കെ, 1000 ml പ്ലസ്, സോ 10 kg കഴിഞ്ഞ് 20 kgയിലേക്ക് ബാക്കി എത്രയാണ് അഡീഷണൽ വെയിറ്റ് ഉള്ളത്? 10 കിലോ കൂടെ കൂടി അല്ലെ. 10 kg വരെ നമുക്കറിയാം 1000 ഓൾറെഡി എഴുതി. അത് കഴിഞ്ഞ് എക്സ്ട്രാ 10 കിലോ ഉണ്ട്. സോ 10 കിലോ ആണ് എക്സ്ട്രാ വന്നത്. സോ 50 into 10. ഓക്കെ, 50 into 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500. ഓക്കെ, സോ ഇവിടെ നമുക്ക് 1000 ml പ്ലസ്
500 ml. എത്രയാണ് വരിക? It is 1500 ml. So 20 kg of body weight, 20 കിലോ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് റിക്വയർഡ് ആയിട്ടുള്ളത് എത്രയാണ്? It is 1500 ml. ക്ലിയർ ആണോ? സോ 20 kg വരെയുള്ള വെയിറ്റിന് എത്രയാണ് ഫ്ലൂയിഡ് റിക്വയർമെന്റ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ഇനി മോർ ദാൻ 20 kg ഓഫ് വെയിറ്റ്, 20 കിലോയുടെ മുകളിലേക്ക്, അതിപ്പോ എത്ര കിലോ വേണമെങ്കിലും ആവട്ടെ, 30, 40, 50, 60, 70, വാട്ട് എവർ ബി ദ ബോഡി വെയിറ്റേഴ്സ്. ഓക്കെ, 20 കിലോയുടെ മുകളിലേക്കുള്ള ഫോമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചു? അപ് ടു 20 kg, 20 കിലോക്ക് എത്രയായിരുന്നു? 1500 ml അല്ലെ? 1500 ml. സോ അത് നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കാം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്? ഫോമാറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ മോർ ദാൻ 20 kg ഓഫ് വെയിറ്റ്, ദ ഫോർമുല ഈസ് 1500 ml പ്ലസ് 20 ml per each additional kg. Okay, so more than 20 kg of weight, 20 കിലോ വരെ നമുക്ക് എന്തറിയാം? For 20 kg of weight, it is 1500 ml. So we have put it as a constant at the first. എന്നിട്ട് 20 കിലോ കഴിഞ്ഞ് വരുന്ന ഓരോ അഡീഷണൽ കെജിക്കും, 20 കിലോ കഴിഞ്ഞ് വരുന്ന 21 കിലോ ആണെങ്കിൽ അഡീഷണലി 1 കിലോ കൂടി, 22 കിലോ ആണെങ്കിൽ അഡീഷണലി 2 കിലോ കൂടി, അങ്ങനെ ഓരോ കിലോ കൂടുന്നതിനനുസരിച്ചിട്ടും എത്ര വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? 20 ml per each additional kg. Okay, for example, 21 kg of body weight. Okay, 21 കിലോ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. സോ 20 kg വരെ നമുക്ക് എന്തറിയാം? ഇറ്റ് ഇസ് 1500 ml എന്നറിയാം അല്ലെ? പ്ലസ് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 20 കിലോ കഴിഞ്ഞ് അഡീഷണലി 21 കിലോക്ക് എത്ര കിലോ ആണ് കൂടുതലുള്ളത്? 1 kg അല്ലെ? സോ 1 kgക്ക് നമ്മൾ എത്ര ആഡ് ചെയ്യണം? 20 ml. ഓക്കെ, സോ ഫ്ലൂയിഡ് റിക്വയർഡ് ഫോർ 21 kg ഓഫ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1520 ml. ക്ലിയർ അല്ലേ? അനദർ എക്സാമ്പിൾ, 25 kg ഓഫ് ബോഡി വെയിറ്റ്, 25 കിലോ ആണെങ്കിൽ ഫസ്റ്റ് 20 kgക്ക് 1500 ml ആണ്. അഡീഷണലി എത്ര കിലോ ആണുള്ളത്? 5 കിലോ ആണുള്ളത്. സോ 20 into 5 ചെയ്യാം. ഓക്കെ, സോ 1500 ml പ്ലസ് 20 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഇസ് 100. സോ 100 ml. അപ്പോൾ എത്രയാണ് ടോട്ടൽ? 1500 ml പ്ലസ് 100 ml, ഇറ്റ് ഇസ് 1600 ml. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു റൈറ്റ് നൗ. ഓക്കെ, സോ നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് എത്ര ഫ്ലൂയിഡ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് us. ഇതുപോലെ ഓരോ ടോപ്പിക്കും വളരെ ക്ലിയർ ആയിട്ട്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണോ? Join with our team Nursing Acharya. Download the app now.